യേശുവിൽ പ്രിയപ്പെട്ടവരെ, കാനായിലെ കല്യാണ വേളയിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ കുടുംബത്തിൻ്റെ അപമാനം നീക്കാൻ കുറച്ച് വീഞ്ഞും കൂടെ മതിയായിരുന്നു. പക്ഷെ അതിനു പകരം ഒത്തിരി അധികം 6 കൽഭരണി നിറയെ വീഞ്ഞാണ് ഈശോ അത്ഭുതം പ്രവർത്തിച്ച് പ്രദാനം ചെയ്തത്. 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 5000-ന് മേളിൽ വരുന്നവർക്ക് ഭക്ഷിക്കാൻ ആവശ്യമായത് മതിയായിരുന്നു. പക്ഷേ അവരെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞ് മിച്ചം വന്നത് 12 കുട്ട നിറയെയാണ്. ഒരു വല്ലാത്ത വർധനവാണ് ഈശോ നടത്തിയത്. സക്കേവൂസ് ഈശോ ഒന്ന് കാണാനേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ഈശോ അവൻ്റെ ഭവനത്തിൽ പോവുകയും കൂടെ ഇരുന്ന് ഭക്ഷിക്കുകയും ചെയ്തു. ലാസർ രോഗിയായിരുന്നപ്പോഴും ഈശോ വന്ന് സുഖപ്പെടുത്തണമെന്നാണ് മർത്തായും മറിയം ആഗ്രഹിച്ചത്. പക്ഷേ ലാസർ മരിച്ചു കഴിഞ്ഞാണ് ഈശോ വന്നത്. ഈശോ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം മാത്രം അവർ പ്രകടിപ്പിച്ചു. പക്ഷേ ഈശോ അത്ഭുതം പ്രവർത്തിച്ച് ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ളതാണ്. നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും കൂടുതൽ എപ്പോഴും ദൈവം നമുക്ക് തരുന്നുണ്ട്. നന്ദിയുള്ളവരാകാം. ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ് നാമും ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതുമെങ്കിലാണ് ഇതുപോലെ വാരിക്കോരി അവിടുന്ന് തരുന്നത്. പക്ഷേ പലപ്പോഴും നാം ചോദിക്കുന്നത് ദൈവം ആഗ്രഹിക്കാത്തതാണ്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടാതെ പോകുന്നത്. സ്നേഹനാഥനായ ഈശോയെ, അങ്ങ് ആഗ്രഹിക്കാത്തത് ഞങ്ങൾ ചോദിച്ച് കിട്ടാതെ പോയതിൽ ഞങ്ങൾ പരാതിപ്പെട്ടത് ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് മാത്രം എപ്പോഴും ചോദിക്കാൻ കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.